നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വായന എന്ന് പറയുന്നത് ഐ ലവ് യു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വീഡിയോ കാണുക. തീർച്ചയായും നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അയക്കുക. മാക്സിമം വിളിക്കാതിരിക്കുക. നമുക്ക് വായനയിലേക്ക് കടക്കാം. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഐ ലവ് യു പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം നിങ്ങളുടെ വ്യക്തിയുടെ പേര് മന്ത്രിക്കുക. അതിനുശേഷം ഈ വായന പൂർണ്ണ മനസ്സോടുകൂടി, സന്തോഷത്തോടുകൂടി, പോസിറ്റീവ് മൈൻഡോടുകൂടി ഈ ഒരു വായന കാണുക. തീർച്ചയായും നിങ്ങളുടെ വ്യക്തിയുടെ ഊർജം ഇവിടെ വരുന്നതായിരിക്കും. നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കിവിടെ അറിയാൻ സാധിക്കും. പ്രപഞ്ചശക്തി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന, അതായത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ വ്യക്തി വളരെയധികം ആവേശത്തോടുകൂടി അല്ലെങ്കിൽ പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. പലതരത്തിലുള്ള ചിന്തകളും അതുപോലെ പലതരത്തിലുള്ള പദ്ധതികളും ഈ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. നിങ്ങളെ ചിലപ്പോൾ കണ്ടുമുട്ടിയത് സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം, അല്ലെങ്കിൽ മാട്രിമോണി അത്തരത്തിലുള്ള പ്രപ്പോസൽ സൈറ്റുകളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രോക്കർ വഴിയായിരിക്കാം. ഏത് വഴിയിലൂടെ ആണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ ഉടനെ തന്നെ നിങ്ങളെ ജീവിത പങ്കാളിയാക്കണം എന്നുള്ള ചിന്തയിലാണ് ഈ വ്യക്തി വന്നത്. ആ ഒരു സമയത്തും ഈ വ്യക്തി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു. പലതരത്തിലുള്ള ഫാമിലി പ്രോബ്ലംസ് ഈ വ്യക്തിക്കുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ വ്യക്തി അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് സന്തോഷിക്കാൻ വേണ്ടി വന്നത്. പക്ഷേ അത് അധിക കാലം നീണ്ടു നിന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള വാക്ക് തർക്കങ്ങൾ ഉണ്ടായി. ഈ വ്യക്തി തന്നെ ആദ്യം വന്ന ആ ഒരു ആവേശം പിന്നീട് ഉണ്ടായിരുന്നില്ല. ആ ഒരു ആവേശം ഈ വ്യക്തിക്ക് നിങ്ങളോട് പൂർണ്ണമായും നിലനിൽപ്പ് കൊണ്ടുവരാൻ സാധിച്ചില്ല. ആദ്യമുണ്ടായിരുന്ന ആ ഒരു സ്നേഹമോ പരിഗണനയോ അല്ലെങ്കിൽ സംരക്ഷണമോ പിന്നീട് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. നിങ്ങളതിനെ ചോദ്യം ചെയ്തിട്ടുണ്ടാകാം. എന്തുപറ്റി, അല്ലെങ്കിൽ എന്താണ് താങ്കളുടെ സാഹചര്യം എന്നറിയാൻ വേണ്ടി നിങ്ങൾ പലതരത്തിലും ഈ വ്യക്തിയുടെ മനസ്സ് തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. പലതരത്തിലുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടാകാം. പക്ഷേ ഈ വ്യക്തി അതൊന്നും തുറന്നു പറയാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ വ്യക്തിയുടെയും നിങ്ങളുടെയും ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അത് വളരെ ശക്തമായിട്ടുള്ള രീതിയിലാണ് ഇരുന്നിരുന്നത്. പക്ഷേ അതെപ്പോഴൊക്കെയോ തേർഡ് പാർട്ടിയുടെ ഊർജം ഇവിടെ കുറഞ്ഞു വരുന്നതായി കാണിക്കുന്നു. ആ ഒരു തേർഡ് പാർട്ടിയുടെ കെണിയിൽ നിങ്ങളുടെ വ്യക്തി അകപ്പെട്ട് വളരെയധികം പ്രതിസന്ധി ഘട്ടത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തിയെ ചതിച്ചു എന്ന് തന്നെ വേണം പറയാൻ. നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി എപ്പോഴൊക്കെയോ ഈ വ്യക്തി ദിശ തെറ്റി സഞ്ചരിച്ചു. അതായത് ഡയറക്ഷൻ തെറ്റിപ്പോയി. ഈ വ്യക്തി സഞ്ചരിച്ച വഴികൾ തെറ്റിപ്പോയി. ഈ വ്യക്തിക്ക് പിഴച്ചു. ആ ഒരു പിഴവ് ഈ വ്യക്തി അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോഴും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പലതരത്തിലും ഈ വ്യക്തിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വ്യക്തി പലതരത്തിലും ആ ഒരു തെറ്റുകൾ അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു, മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അതെപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാണ്ടായി തുടങ്ങിയപ്പോഴാണ് ഈ വ്യക്തി എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തു കൂട്ടിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചിന്തകൾ ഈ വ്യക്തിക്ക് വന്നു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ നടന്ന് ഈ വ്യക്തിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ അത് സമ്മതിച്ചു തന്നിരുന്നില്ല. അല്ലെങ്കിൽ ഈ വ്യക്തി ചെയ്തതാണ് ശരി, ഈ വ്യക്തി ചെയ്യുന്നതാണ് സത്യം, പറയുന്നതാണ് ശരി എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ ഉപദേശങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾക്കോ ഈ വ്യക്തി അസ്വസ്ഥനായിരുന്നു. അതിനാൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ തീരുമാനിച്ചു, അകന്നു പോവുകയും ചെയ്തു, തേർഡ് പാർട്ടിയുടെ കൂടെയായി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കാർഡ്സിലൂടെ പൂർണ്ണമായും വ്യക്തമാകുന്നത് ഈ വ്യക്തിയെ തേർഡ് പാർട്ടി ചതിച്ചു എന്നുള്ളത് തന്നെയാണ്. തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം വേറെ മറ്റു പല കാര്യങ്ങളുമായിരുന്നു. പണമാകാം, അല്ലെങ്കിൽ ശാരീരിക സുഖമാകാം, അങ്ങനെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ. അത് നേടി കൈകളിൽ ലഭിച്ചപ്പോൾ തേർഡ് പാർട്ടിക്ക് ഈ വ്യക്തിയോടുള്ള സ്നേഹം നഷ്ടമായി, അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം കീറിമുറിച്ച് കളഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ ഈ വ്യക്തി വളരെയധികം ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയുടെ വിഷമങ്ങൾ പറയാനോ തുറന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ കരഞ്ഞ് ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഈ വ്യക്തിക്ക് ആരുമില്ല എന്നുള്ളതാണ് സത്യം. ആ ഒരു സമയത്തൊക്കെ ഈ വ്യക്തിയുടെ പുറകെ നടന്നുകൊണ്ടിരുന്നത് നിങ്ങളായിരുന്നു. ഒരു അഭയാർത്ഥിയെ പോലെ നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ നടന്നു. നിങ്ങൾ പറഞ്ഞു ഈ വ്യക്തിയോട്, നിങ്ങൾ സഞ്ചരിക്കുന്ന വഴി ശരിയല്ല, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്, അവർ നിങ്ങളെ പറ്റിക്കുകയാണ്, നിങ്ങൾ ഒരിക്കലും തേർഡ് പാർട്ടിയെ വിശ്വസിക്കരുത് എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള സൂചനകളും ഉപദേശങ്ങളും നിങ്ങൾ കൊടുത്തതായി കാണിക്കുന്നു. കാരണം നിങ്ങൾ, അതായത് ഈ ഒരു വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ജ്ഞാനദൃഷ്ടിയുള്ള വ്യക്തികളായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ജ്ഞാനദൃഷ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പലവരെയും ഉൾക്കണ്ണുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ ജന്മനാ തന്നെ നിങ്ങൾക്ക് ലഭിച്ച ഒരു കഴിവായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷനോ മറ്റു പ്രാർത്ഥനകളോ ചെയ്ത് നിങ്ങളുടെ ആ ഒരു ആത്മീയ പാത ഉയർത്തിയെടുത്തപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഒരു അനുഗ്രഹമായിരിക്കാം. അത്തരത്തിലുള്ള ഒരു അവസ്ഥ നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്കറിയാമായിരുന്നു ഈ വ്യക്തി ചീത്ത വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു എന്നുള്ള ചിന്തയിലേക്കാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരിച്ചറിവിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി ഇപ്പോൾ ഓരോ ആളുകളെയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ആർക്കൊക്കെയാണ് ഈ വ്യക്തിയോട് ആത്മാർത്ഥമായ സ്നേഹമുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഈ വ്യക്തി ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് ആളുകളായുള്ള ബന്ധങ്ങൾ ഈ വ്യക്തി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഒരുപാട് ആളുകളോട് ഈ വ്യക്തി ഇപ്പോൾ ഒരു അകലം പാലിച്ചുകൊണ്ടാണ് പെരുമാറുന്നത്. അത് കഴിഞ്ഞ് ഈ വ്യക്തി നിങ്ങളിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയിൽ നിന്നും അകന്നു കഴിഞ്ഞു. മാനസികമായ അകലം നിങ്ങൾക്കൊരിക്കലും ഈ വ്യക്തിയിൽ നിന്നും സാധിക്കില്ല. പക്ഷേ ശാരീരികമായ അകലം നിങ്ങൾ പാലിക്കുന്നുണ്ട്. അത് നന്നായി. കാരണം നിങ്ങൾ ശാരീരികമായിട്ടുള്ള അകലം പാലിച്ച് തുടങ്ങിയപ്പോഴാണ് ഈ വ്യക്തി പല സത്യങ്ങളും തിരിച്ചറിയാൻ തുടങ്ങിയത്. ഇപ്പോൾ ഈ വ്യക്തിക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു വഴിയിലൂടെ, ഏതെങ്കിലും ഒരു തന്ത്രത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മതി എന്നുള്ള ഒരൊറ്റ ചിന്തയിലാണ് ഈ വ്യക്തി നിൽക്കുന്നത്. പക്ഷേ ഈ വ്യക്തിയുടെ ദുരാഭിമാനം അല്ലെങ്കിൽ അഹങ്കാരം, ഞാൻ എന്ന ഭാവം, ഈ ഒരു ചിന്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മനസ്സ് ഈ വ്യക്തിക്കുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് അത് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കൂ. കാരണം നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ്, അതായത് ആത്മാഭിമാനം, അവിടെയാണ് ഉയരുന്നത്.
ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.